ശ്വാസമെനിക്കു നീ യാവനപാനവും നീ. നീ എനിക്ക് ശ്വാസമാണ്, നീ എനിക്ക് അപ്പമാണ്, നീ എനിക്ക് പാനീയമാണ്. ദിവ്യകാരുണ്യത്തെ നോക്കിക്കൊണ്ട് വിശുദ്ധ ചാവറയച്ചൻ പറഞ്ഞ വാക്കുകൾ. കേരള സഭയുടെ ദിവ്യകാരുണ്യ താപസനും കേരള സമൂഹത്തിന്റെ നവോത്ഥാന നായകനുമായ ചാവറയച്ചന്റെ സ്മരണകളാണ് ഇന്ന് സഭയിൽ പരിമളം പരത്തുന്നത്. പരിശുദ്ധ കുർബാന ശ്വാസവും അന്നപാനീയവുമാണെന്ന് പറഞ്ഞ വിശുദ്ധൻ സക്രാരിക്ക് മുൻപിൽ മണിക്കൂറുകൾ ചെലവിട്ടവനായിരുന്നു. കൗദാശിക ജീവിതത്തിന് ക്രമവും ക്രിയാത്മകതയും വരുത്തിയ ഒരു വൈദികൻ. ദൈവമഹത്വവും മനുഷ്യരക്ഷയുമാണ് ആരാധനക്രമത്തിന്റെ ആത്മാവ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു. കർത്താവിന്റെ രക്ഷാരഹസ്യങ്ങളുടെ ആഘോഷത്തിൽ ഉണ്ടായിരിക്കേണ്ട ഐക്യവും അടുക്കും ചിട്ടയും അത്രമേൽ ബോധ്യപ്പെട്ട് അതിനുവേണ്ടി അക്ഷീണം യത്നിച്ച് ഒരു ആരാധനക്രമ നവോത്ഥാനത്തിന് അദ്ദേഹം തുടക്കം കുറിച്ചു. വിശ്വാസികളുടെ സജീവ ഭാഗഭാഗിത്വം എന്നും സഭയുടെ വിചാരമാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ സാക്രമെന്തും കാരിത്താത്തിസ് എന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ പറയുന്നുണ്ട്, പരിശുദ്ധ കുർബാനയിൽ വിശ്വാസികളുടെ അർത്ഥപൂർണ ഭാഗഭാഗിത്വത്തിന് ഏറ്റവും അടിയന്തര ഘടകം പുരോഹിതന്റെ കൃത്യവും വ്യക്തവും സൂക്ഷ്മവുമായ ബലിയർപ്പണമാണ്. അവിടെയാണ് സഭയിലുള്ള ബലിയർപ്പണത്തിന്റെ അനന്യത നാം തിരിച്ചറിയുന്നത്. അതുകൊണ്ട് ഒരു പുരോഹിതനായ ചാവറയച്ചൻ ബലിപീഠത്തെ സമീപിച്ചത് ഈ ആഴമേറിയ അവബോധത്തോടുകൂടെയായിരുന്നു. 40 മണിക്കൂർ ദിവ്യകാരുണ്യ സന്നിധിയിലെ ആരാധന കേരള സമൂഹത്തിന് ദിവ്യകാരുണ്യ ഭക്തിയിൽ വളരാനുള്ള മാർഗമായി തന്നിട്ടാണ് അദ്ദേഹം സ്വർഗ യാത്ര ചെയ്തത്. ഒരു സമൂഹത്തിന്റെ മുഴുവൻ ആധ്യാത്മികതയിൽ ദിവ്യകാരുണ്യം അന്നപാനീയവും ശ്വാസോച്ഛ്വാസവുമാണെന്ന് തിരിച്ചറിയാൻ ഇനിയും നമ്മൾ വൈകരുത്. വിശുദ്ധ ചാവറയച്ച ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.